എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരാണ് നമ്മുടെ വിഷയം. തമ്പുരാനിൽ നിന്ന് അകന്നു പോകുന്നവരുടെ പേരാണ് എമ്മാവൂസിൽ നിന്ന് പോകുന്നവർ, എമ്മാവൂസിലേക്ക് പോകുന്നവർ. ആർക്കും പോകാൻ പാടില്ല. ശിഷ്യന്മാരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ശിഷ്യന്മാരാണ്, ക്ലോസ് ആയിട്ടുള്ള ശിഷ്യന്മാർ. അവർ രണ്ടുപേരും പറയുക, യേശു അവരോടൊത്ത് അവരോട് സഞ്ചരിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ബോധ്യം പറയുക, നീ ആരും ആയിക്കൊള്ളട്ടെ, ഇവിടെ വന്നിരുന്നോ, ഇനി നീ യാത്ര ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ കൂടിയാണ്. ഇനി നിന്റെ യാത്രകളൊക്കെ ക്രിസ്തുവിനോട് കൂടിയാ. ഒരിക്കൽ നീ ക്രിസ്തുവിന്റെ പക്കലേക്ക് കൈകൾ നീട്ടി യേശുവേ എന്ന് വിളിച്ചിട്ടുണ്ടോ, ഇനി മരണം വരെ അല്ല നിത്യത വരെ തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. ഒരു ഉറപ്പാ മക്കളെ, ഒരു ധൈര്യമാണ്, ഒരു ധൈര്യമായത്. ക്രിസ്തു കൂടെ ഉണ്ടാവും, ഉദ്ധിതൻ കൂടെ ഉണ്ടാവും. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ആരാണോ മൂടിയത്? ശരി, മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുക. ആത്മീയ അന്ധകാരം, ഒരു ആത്മീയ മൂടൽ നമുക്കുണ്ട് മക്കളെ. കുർബാനയ്ക്ക് പോകുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആത്മീയതയില്ല. നമുക്കൊരു ക്രിസ്തുവിനെ നമ്മൾ കണ്ടിട്ടില്ല, ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെയൊക്കെ കാര്യം പറയുന്നത് കേട്ടില്ല. ഒരുപാട് കഥകൾ ഇങ്ങനെ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മരിക്കുന്നതിന് മുമ്പേ പരിശുദ്ധ മറിയം അമ്മ മാതാവ് പാപ്പായോട് പറഞ്ഞെന്നാ പറഞ്ഞു, നിന്റെ കല്ലറ ഒരുക്കിക്കൊള്ളാൻ, ഗെറ്റ് റെഡി യുവർ ടൂം. ഞങ്ങളെ ഒരു വല്ലാത്തൊരു വിസ്മയം പോലെ, പ്രതിമാസം പോലെ, അത്ഭുതം പോലെ ജീവിച്ച മനുഷ്യനാണ്. 100% ഉറപ്പാ, തമ്പുരാൻ മാത്രമേ പാപ്പായ്ക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തമ്പുരാൻ മാത്രം, പരിശുദ്ധാത്മാവ് മാത്രം കൂട്ട്. എവിടെ ഇറങ്ങിപ്പോകാനും പാപ്പായ്ക്ക് പേടിയില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നേതാവ് കുടിക്കുക. കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട കുട്ടി ഇങ്ങനെ എന്തോ ഒരു വെള്ളം കൊടുക്കുക, ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നതാ. കൊച്ചിന് സ്നേഹം തോന്നിട്ട് ജ്യൂസ് എടുത്ത് പാപ്പായുടെ കയ്യിലേക്ക്, പാപ്പ ആ ജ്യൂസ് ബാക്കി വലിച്ചു കുടിക്കുകയാണ്. അത്രേ ഉള്ളൂ ഫ്രാൻസിസ് പാപ്പ. സെക്യൂരിറ്റി സമ്മതിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആരെങ്കിലും വിഷം കലക്കി കൊടുത്താണെന്ന് എങ്ങനെ അറിയും? വിഷമാണെങ്കിൽ മരിക്കട്ടെ, ഒരു വിഷവും നിന്നെ ബാധിക്കുകയില്ലെന്നൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലേ? ഹല്ലേലൂയ. ബൈബിള് കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുന്ന, ബൈബിളിൽ നിന്നൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ജീവിതത്തിലെ ദുരന്തമാ മക്കളെ. ക്രിസ്തുവിനെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. എൻ്റെ വേദനയുടെ സമയങ്ങളിലും, എൻ്റെ സങ്കടങ്ങളുടെ സമയങ്ങളിലും, എൻ്റെ ദുഃഖങ്ങളുടെ സമയങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈശോയെ ഞാൻ തിരിച്ചറിഞ്ഞല്ലോ. ഇതിനപ്പുറത്തൊരു ദുഃഖമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവരോട് ചോദിച്ചു. അവർ ഈശോയെ മാറ്റി നിർത്തി ചർച്ച നടത്തിക്കൂടി, പ്രാർത്ഥിക്കാൻ നേരമില്ല. പക്ഷെ ഈശോ അവരോട് സംസാരിക്കുക. കർത്താവ് നിന്നോട് സംസാരിക്കും മക്കളെ. ഞാൻ അനുഭവം കൂടെ പറയാം. സാധാരണ മനുഷ്യരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. കൊച്ചു പിള്ളാരിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. സാധാരണ മനുഷ്യരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. പലപ്പോഴും ഇവിടെ സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്ന മക്കളിലൂടെ ദൈവം സംസാരിക്കുന്നത്. ഇന്ന് രാവിലത്തെ ഒരു സാക്ഷ്യമുണ്ട്, വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ അവളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അവള് പരീക്ഷ പാസ്സായി, നേഴ്സിംഗ് പാസ്സായി, അവളുടെ ക്ലാസ്സിൽ 48 പിള്ളേർ ജയിച്ചു. ഇതാണ് സാക്ഷ്യം. പക്ഷെ ആ സാക്ഷ്യം പറയാനായിട്ട് അവൾ ഉപയോഗിച്ച ദൈവവചനങ്ങളും ദൈവാനുഭവങ്ങളും എനിക്ക് തോന്നുന്നു ഒരു അത്ഭുതകരമായൊരു മാനസാന്തര. ആ കൊച്ചു പ്രസംഗിക്കുന്നത്, അവള് സംസാരിക്കുന്നത് കാണാം ഫ്ലുവൻ്റ് ആയിട്ട്. ഏതാണ്ട് റിഹേഴ്സൽ നടത്തി പ്രസംഗ മത്സരത്തിന് വന്നിരിക്കുന്ന പോലെ അവളുടെ വർത്താനം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി മക്കളെ. ആ കൊച്ചു പറഞ്ഞ സാക്ഷ്യം. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിലും 10ാം ക്ലാസ് വരെയുള്ള പരാജയവും 10ാം ക്ലാസ് മുതൽ ദൈവം എങ്ങനെ അത്ഭുതകരമായിട്ട് നടത്തി കൊല്ലം നഴ്സിംഗ് കോളേജിൽ നിന്ന് അവരുടെ ഗ്രൂപ്പിലുള്ള 48 പേരും എങ്ങനെ ജയിച്ചു എന്ന് പറയുന്ന ആ സംഭവം വരെയുള്ള കഥ യൂട്യൂബിലുണ്ടാവും. നിങ്ങൾ ആ സാക്ഷി ഒന്ന് മക്കളെ കേൾപ്പിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള കൂട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധം, ഇതാ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്, ജീവിതത്തിൽ ഒരുപാടുണ്ട് നമ്മളെ. കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിക്കും. ഞാൻ ഇന്നലെ പറയുന്നത്, ഒരു ചേച്ചി എൻ്റെ ഫോണിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പാവം പിടിച്ച അമ്മ
ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം സംസാരിച്ച പോലെ എനിക്ക് തോന്നിയത്. ദൈവം സംസാരിക്കും. നമ്മളൊന്നിനോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ. നമ്മളെ ചീത്ത പറയുന്നവരുടെ ചീത്തയും നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. നമ്മളെ ശപിക്കുന്നവരുടെ ശാപവും നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാൻ എന്തോ നമ്മളോട് പറഞ്ഞു തരാനുണ്ട്. അത് ശിമേയി ശപിച്ചു വന്നപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, ദാവീദ് പറഞ്ഞു അവൻ ശപിക്കട്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടല്ലേ. ഹല്ലേലൂയ. ജീവിതത്തെ മനോഹരമായിട്ട് എടുക്കാൻ പറ്റും മക്കളെ. അയലോക്കംകാരോട് മുട്ടയിട്ട് കോഴിത്തലയിട്ടെന്നൊക്കെ പറഞ്ഞ് ചില മനുഷ്യരിവിടെ നടക്കുന്നില്ലേ. അവർക്ക് വേറെ എങ്ങും കോഴിത്തല ഇടാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ വീടിന് മുമ്പിൽ കോഴിത്തല ഇട്ടത്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം പറയുകയായിരുന്നു, അച്ഛന്മാരെ 4-5 പേരുടെ കൂടെ ഉണ്ട്. ആ സമയത്ത് ഇവര് ബിസിനസ് നന്നായിട്ട് ഉയർന്നു വരുമ്പോൾ ദിവസവും ചന്ദനക്കൂട്ട് അല്ലെങ്കിൽ സിന്ദൂരം ഇല്ലെങ്കിൽ അത് ഇത് പൊതി കൊണ്ട് നിട്ടിരുന്നു. അന്ന് ഞാൻ പറഞ്ഞെന്നാ ഇവര് പറഞ്ഞത്, ഈ സംഗതി എടുത്ത കൈ കിട്ടിയോണ്ട് എടുത്തുള്ള പിശാചിയെ ദൂരപ്പോന്ന് പറഞ്ഞ് എറിഞ്ഞ് ദൂരേക്ക് കളഞ്ഞ ഞങ്ങളാ പറഞ്ഞെന്ന്. അന്ന് മുതൽ അവർ ഈ പണി ആരംഭിച്ചു. എന്തു പറ്റി? അവരുടെ സ്ഥാപനം, അവരുടെ ബിസിനസ്, അവരുടെ പ്രസ്ഥാനം ഉയർന്നു തുടങ്ങി. പിശാചിനേക്കാളും ശക്തി ദൈവത്തിന്റെ വചനത്തിലുണ്ടെന്ന് നീ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. ചിലക്ക് പേടിയാ. അവര് മുട്ട എറിയിട്ടെന്ന് കൊഴിച്ചു മൂടെന്ന് കൊണ്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടാതെ ജീവിക്കണം മക്കളെ. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാ നോബഡി ക്യാൻ ടച്ച് യു. നിന്നെ തൊടുന്നവന്റെ കൈവുള്ളൂടാ. എന്നെ തൊടുന്നവരെ കൈകൊള്ളും, ഉറപ്പാ. ഈ ഒരു ധൈര്യത്തെ ജീവിക്കാൻ പഠിക്കണം മക്കളെ. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട്, തൊടാൻ നോക്കിയിട്ട് കൈകൊള്ളിയ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറയുമ്പോ. ഒരു ബോധ്യമാ മക്കളെ, ഒരു ബോധ്യമായത്. തമ്പുരാൻ തരുന്ന ബോധ്യമായത്. നീ തമ്പുരാന്റെ വഴി നടക്കുമ്പോ നിന്നെ തൊടുന്നവരെ കൈകൊള്ളും. ഒരു മന്ത്രവാദമോ ഒരു കൂടോത്രോ നിന്നെ ഏക്കത്തില്ല. ഓടരുത് നീ ക്രിസ്ത്യാനി, ഓടരുത് നീ. മന്ത്രവാദം കൂടോത്വം കണ്ടതുകൊണ്ട് നീ ഓടരുത്. നിന്റെ ക്രിസ്തു അതിന്റെ മേൽ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിന്റെ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. നീ അസ്വസ്ഥപ്പെടുന്ന വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തിന് താല്പര്യമുണ്ടെന്ന്. നിനക്ക് ദൈവത്തോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ നിന്റെ സങ്കടം എന്തെന്ന് അറിയാൻ ദൈവത്തിന് താല്പര്യമുണ്ടെന്ന്. അത് ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ മക്കളെ. ജസ്റ്റ് ലീവ് ഇറ്റ് ടു ഗോഡ്. ദൈവം നീ അറിഞ്ഞോ? ഏത് പ്രതിസന്ധികളൊക്കെ വരാറുണ്ട് മക്കളെ. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട്, സങ്കടങ്ങൾ വരാറുണ്ട്. കർത്താവേ ഇന്ന, കർത്താവേ ഇന്ന, കർത്താവേ ഇന്ന, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. തീരും മക്കളെ. തീർന്നിട്ടുണ്ട്, പലതവണ തീർന്നിട്ടുണ്ട്, പല കാര്യങ്ങൾ തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായിരുന്നു, സങ്കടപ്പെട്ട് നിൽക്കുക. ഓരോ നിമിഷവും നീ സങ്കടപ്പെടുമ്പോൾ നിന്റെ ദൈവം നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരിൽ ക്ലെയോഫാസ് എന്ന് പേരുള്ളവൻ, ക്ലെയോഫാസ്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അവന്റെ പേരാ. അവനാ ഓടി ഓട്ടം. ക്ലെയോഫാസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ. ദൈവത്തിന് മഹത്വം. അവൻ ഓടുന്ന ഓട്ടം കണ്ട് എമ്മാവൂസിലേക്ക്. ഹല്ലേലൂയ. അങ്ങനെ ഓടല്ലോ മക്കളെ. ചാകണമെങ്കിൽ ചാകാന്ന് അവനോടുകൂടെ എന്ത് നഷ്ടം വേണമെങ്കിലും സഹിക്കാന്ന് ക്ലെയോപ്പാസ്. രണ്ടാമത്തവന്റെ പേര് പറഞ്ഞിട്ടില്ല. ബൈബിൾ പണ്ഡിതന്മാര് ആ രണ്ടാമൻ്റെ പേര് നിന്റെ പേരിന് ഇട്ടോളാൻ പറഞ്ഞു, സെബാസ്റ്റ്യൻ. ക്ലെയോപ്പാസും സെബാസ്റ്റ്യനും കൂടെ എമ്മാവൂസിന് പോകുമായിരുന്നു. നിങ്ങൾ സെബാസ്റ്റ്യൻ എന്നാണ്, നിങ്ങൾ നിങ്ങളുടെ പേര് ഇട്ടാൽ മതി. രണ്ടാമൻ്റെ പേര് പറയാത്ത എന്താണെന്നറിയോ? നിന്റെ പേര് കൂട്ടിച്ചേർക്കാനാണ്. എമ്മാവൂസിലേക്ക് വണ്ടി വിട്ട കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കണേ. ഉണ്ടോ മകളെ? എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത രണ്ടാമൻ നീയാ. ഒന്നാമൻ ക്ലെയോപ്പാസ്, രണ്ടാമൻ നീയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? Are you stranger to the events happened in Jerusalem? ജെറൂസലേമിൽ നടന്ന സംഭവങ്ങളോട് നീ അപരിചിതനാണോ?
ദൈവമക്കളെ, ആഴത്തിലുള്ളൊരു ചോദ്യമാണ്. അന്ന് കാൽവരി കുരിശിൽ നടന്നതിനെ പറ്റി നിനക്ക് അറിയത്തില്ലേ? മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റതിനെ പറ്റി നിനക്ക് അറിയത്തില്ലേ? അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തതിനെ പറ്റി നിനക്ക് അറിയില്ലേ? അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചതിനെ നിനക്ക് അറിയില്ലേ? ഇരുകരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയേ